പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഒന്നാമത്തെ പാഠം ഷാഹംഷാ അക്ബർ കോ കോൻ സിഖായേഗ. ലോകകഥ. ഷാഹംഷാ അക്ബർ കോ കോൻ സിഖായേഗ. शाहंशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. वे बीरबल की ओर मुड़कर बोले, बीरबल, मैं बहुत चतुर नहीं हूँ. बहुत सी ऐसी चीज़ें हैं जिनके बारे में मैं नहीं जानता. मैं हर चीज़ को सीखना चाहता हूँ. कल से मेरी पढ़ाई शुरू हो. इसका इंतज़ाम करो. ഷാഹംഷാ എന്ന് പറഞ്ഞാൽ ഷാഹ് അല്ലെങ്കിൽ ഷാ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, രാജാവ്. ഷാഹംഷാ രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തി. ചക്രവർത്തിയായ അക്ബർ. ആരാണ് അക്ബർ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1600 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തി, മൂന്നാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ. ഗംഭീർ ചർച്ച മേ മഗ്ന്. ഗംഭീർ പ്രധാനപ്പെട്ട, ഗൗരവമുള്ള. ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ആൾക്കാർ കൂടി ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുക, അല്ലേ, സംസാരിക്കുക. മഗ്ന് മുഴുകിയ. വിദ്വാനോംകെ. വിദ്വാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, പണ്ഡിതന്മാർ. വിദ്വാനോംകെ പണ്ഡിതന്മാരുടെ. എക് സമൂഹ് കോ. സമൂഹ് കൂട്ടം. ദേഖ് രഹേദേ നോക്കുകയായിരുന്നു. വേ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം. വഹ് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് വേ. ബീർബൽ കി ഓർ മുടുക്കർ പോലെ. ബീർബൽ എന്ന് പറഞ്ഞാൽ അക്ബറുടെ രാജസദസ്സിലെ അക്ബറിൻ്റെ മന്ത്രിയായിരുന്നു, വിദൂഷകനായിരുന്നു, കവിയായിരുന്നു. അക്ബറുടെ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. നല്ല ധൈര്യശാലിയായിരുന്നു, നല്ല ബുദ്ധിമാനും അറിവുള്ളയാളുമായിരുന്നു. വേ ബീർബൽ കി ഓർ മുടുക്കർ പോലെ. അദ്ദേഹം, അതായത് ചക്രവർത്തിയായ അക്ബർ, ബീർബലിനു നേരെ തിരിഞ്ഞ്, മുടിന തിരിയുക, ബോലെ പറഞ്ഞു. ബീർബൽ, മേ ബഹുത്ത് ചതുർ നഹി ഹൂ. ബീർബലെ, ഞാൻ. മായം, രണ്ടു വരിയും കുത്തുള്ള മൈം എന്നുള്ളതിന് അർത്ഥം ഞാൻ. ബഹുത്ത് ചതുർ ധാരാളം, വളരെയധികം. ചതുർ സമർത്ഥൻ, ബുദ്ധിമാൻ. നഹി ഹൂം ഞാൻ വലിയ സമർത്ഥനൊന്നുമല്ല. ബഹുത്ത് സി ഐസി ചീസേം ഹൈം വളരെയധികം. ഐസി ഇങ്ങനെയുള്ള. ചീസേം ഹൈം വസ്തുക്കൾ, വസ്തുതകൾ. ഹൈം ഉണ്ട്. ജിൻകെ ബാരേമേം അവയെക്കുറിച്ച്. കെ ബാരേമേം അവയെക്കുറിച്ച്, അവയെപ്പറ്റി. ഇവിടെ നോക്ക്, ബാരേമേം, മേം ഇൽ, ഉള്ളിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ മൈം ഞാൻ. മൈം നഹി ജാൻത എനിക്കറിയില്ല. മൈം ഹർ ചീസ് കോ സീഖ്ന ചാഹത്താ ഹൂം ഞാൻ. ഹർ ഓരോ, ചീസ് വസ്തു, സാധനം, വസ്തുക്കളെക്കുറിച്ചും. സീഖ്ന പഠിക്കുക, പഠന. ചാഹത്താ ഹൂം ആഗ്രഹിക്കുന്നു. കൽ സേ മേരി പഠായി ശുരു ഹോ. കൽ എന്നുള്ളതിന് ഇവിടെ അർത്ഥം നാളെ, ഇന്നലെ എന്നും അർത്ഥമുണ്ട്. ഇവിടെ നാളെ. കൽ സേ നാളെ മുതൽ. സേ എന്നുള്ളതിന് കുറേ അർത്ഥങ്ങളുണ്ട്. മേരി പഠായി. പഠായി സ്ത്രീലിംഗപദമായതുകൊണ്ടാണ് മേരി, എൻ്റെ. പഠായി ശുരുഹോ. ശുരുഹോന തുടങ്ങുക. നാളെ മുതൽ എൻ്റെ പഠനം, പഠിത്തം തുടങ്ങണം. ഇസ്ക ഇന്തസാം കരൂ. ഇന്തസാം എന്ന് പറഞ്ഞാൽ ഏർപ്പാട്, അതിന് വേണ്ട കാര്യങ്ങൾ. ഇസ്ക ഇതിൻ്റെ, പഠനത്തിൻ്റെ. അപ്പം നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഷാഹംഷാഹ് ചക്രവർത്തി, സമ്രാട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഷാ എന്ന് പറഞ്ഞാൽ രാജാവ്. ഷാഹംഷാ രാജാക്കന്മാരുടെ രാജാവ്. അപ്പോൾ അക്ബറിൻ്റെ കീഴിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്നു, സമ്രാട്ട്. ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയിരുന്നു. ഷാഹ് രാജാവ്. കോ എന്നുള്ളതിന് ഇക്ക് ന് എ. ഷാഹംഷാ അക്ബർ കോ അക്ബറിനെ. എ കോൻ ആര്, ചോദ്യമാണ്. കോൻ ക്യാ കൈസെ എന്നൊക്കെ ചോദിക്കുന്നത് ചോദ്യവാക്യങ്ങളാണ്. സിഖായേഗ പഠിപ്പിക്കും. സിഖാന പഠിപ്പിക്കുക. സീഖ്ന പഠിക്കുക. സിഖാന പഠിപ്പിക്കുക. ഗംഭീർ ഗൗരവമുള്ള, പ്രധാനപ്പെട്ട. മേം ഒരു വരിയും കുത്തുള്ള മേം, ഇൽ ഉള്ളിൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ മേം എന്നുള്ളത് ഒരു പരസർഗമാണ്, പ്രത്യയം എന്ന് നമ്മൾ പറയും. മഗ്ന്
മുഴുകിയ, അതിൽ മുഴുകിയ. വിദ്വാൻ പണ്ഡിതൻ. കെ, നേരത്തെ പറഞ്ഞ പോലെ കെയും ഒരു പരസർഗം അല്ലെങ്കിൽ പ്രത്യയമാണ്. അതിൻ്റെ അർത്ഥം ഇൻ്റെ ഉടെ ഉള്ള. കെ ഒറ്റക്കല്ല, ക, കെ, കി ഈ മൂന്നെണ്ണം ഉണ്ട്. ഇത് പുല്ലിംഗം സ്ത്രീലിംഗം ഇവ ഏകവചനം ബഹുവചനം അനുസരിച്ച് അതിൻ്റെ മുമ്പിൽ ചേർക്കുന്നതാണ്. ഇൻ്റെ ഉടെ ഉള്ള എന്നാണ് മൂന്നിൻ്റെ അർത്ഥം. ഇപ്പം പിതാജി എന്നാണെങ്കിൽ നമ്മൾ രാജു ക പിതാജി. ഇനി മാതാജി ആണെങ്കിൽ രാജു കി മാതാജി. ബഹുവചനം വരുമ്പം കെ എന്ന് ചേർക്കും. 2 സഹോദരന്മാരുണ്ടെങ്കിൽ രാജു കെ ദോ ഭായി. സമൂഹ് കൂട്ടം. വഹ് നേരത്തെ നമ്മൾ പറഞ്ഞു, വേ എന്നുള്ളതിൻ്റെ ഇത് ബഹുവചനവും വഹ് എന്നുള്ളത് ഏകവചനവുമാണ്. അത് സ്ത്രീലിംഗം പുല്ലിംഗം അതിൻ്റെ പ്രയോഗത്തിനനുസരിച്ച് വരും. വഹ് എന്നുള്ളതിന് അവൻ അവൾ അത് ആ എന്നർത്ഥമുണ്ട്. വേ എന്നുള്ളതിന് അവർ അവ അദ്ദേഹം ആ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പം വഹ് എന്നുള്ളതിന് ആ പുസ്തകം, ഒരു പുസ്തകം മാത്രമേ ഉള്ളൂവെങ്കിൽ വഹ് കിതാബ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ വേ കിതാബേം ആ പുസ്തകങ്ങൾ. മുടുക്കർ തിരിഞ്ഞ്. മോഡ് എന്ന് പറഞ്ഞാൽ തിരിവ്. ബോലെ പറഞ്ഞു. കഹ. ബോൽന പറയുക. കഹന. ബത്താന എന്നൊക്കെ ഉള്ള വാക്കിൻ്റെ അർത്ഥം ബോൽന കഹന ബത്താന ഇതൊക്കെ പറയുക എന്നുള്ള അർത്ഥത്തിലാണ്. ചതുർ ബുദ്ധിമാൻ സമർത്ഥൻ. ബഹുത്ത് നമ്മൾ ഹിന്ദിയിൽ വേറൊരു വാക്കാണ് സമജ്ദാർ. സമജ്ദാർ മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിമാനായ. ബഹുത്ത് ധാരാളം വളരെയധികം. സി സ എന്നൊക്കെ പറഞ്ഞാൽ പോലെ അതുപോലെ. ഐസി ഐസ ഐസി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇപ്രകാരമുള്ള. ചീസേം വസ്തുക്കൾ സാധനങ്ങൾ സാമാൻ വസ്തുതകൾ എന്നിട അർത്ഥമുണ്ട്. ചീസ് വസ്തു സാധനം. ജിൻകെ ബാരേമേ അവയെക്കുറിച്ച് അതിനെക്കുറിച്ച്. ഇവിടെ അതിനെക്കുറിച്ച് എന്നല്ല അവയെക്കുറിച്ച് എന്നാണ്. അവയെക്കുറിച്ച്. ജിസ്കെ എന്നാണെങ്കിൽ അതിനെക്കുറിച്ച്. ഇവിടെ സാന്ന് വന്നാൽ ജിസ്കെ. ജോ പ്ലസ് കെ ആണ് ജിസ്കെ. ആ ജോ ബഹുവചനാണെങ്കിൽ ജിൻകെ. മയം ഞാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു സർവനാമാണ് മയം. ആർക്ക് വേണമെങ്കിൽ ഞാൻ എന്ന് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ നമ്മളെ പേരിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ. 2 വരിയും മേലെ ഒരു കുത്തും. നഹീം ഇല്ല അല്ല എന്നൊക്കെ അർത്ഥമുണ്ട്. ജാൻത എന്ന് പറഞ്ഞാൽ ജാൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ ജീവൻ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് ജീവൻ ജീവിതം ജിന്ദഗി. പക്ഷേ ഇവിടെ ജാൻത എന്നുള്ളതിന് ജാൻകാരി അറിവ്. ജാനന അറിയുക. ഹർ ഓരോ. കോ ഇതും ഒരു പ്രത്യയമാണ് പരസർഗമാണ്. ഇക്ക് ന് എ എന്നാണ് അർത്ഥം. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇനി ചാഹ്ത. ചാഹ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ചാഹ്ന ആഗ്രഹിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്നു. കൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്നലെ നാളെ. അതിൻ്റെ പ്രയോഗം പോലെ നമ്മൾ മനസ്സിലാക്കണം അർത്ഥം. ചില സമയത്ത് ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ആടെ കല്ലിൻ്റെ അർത്ഥം ഇന്നലെ എന്നുള്ള അർത്ഥത്തിലാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് അതിൻ്റെ കൽ എന്നുള്ളതിൻ്റെ അർത്ഥം നാളെയാണ്. അപ്പം കൽ ആയ നാളെ വന്നു എന്ന് പറയില്ലല്ലോ. അപ്പോൾ കൽ ആയ ആയ എന്നുള്ളത് വന്നു എന്നർത്ഥം. അപ്പോൾ കൽ ആയ എന്നാണെങ്കിൽ അത് ഇന്നലെ. കൽ ആയേഗ ആയേഗ എന്നുള്ളതിൻ്റെ അർത്ഥം വരും. അപ്പോൾ ഇന്നലെ വരും എന്നല്ല. അപ്പോൾ അവിടെ നമ്മൾ അർത്ഥം എടുക്കേണ്ടത് നാളെ വരും. ഇനി ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. ഇനി ഇതേപോലുള്ള വാക്കാണ് പർസോം. പർസോം എന്നുള്ളതിന് മിനിഞ്ഞാന്ന് അർത്ഥം എടുക്കാം, മറ്റന്നാൾ എന്നും അർത്ഥം എടുക്കാം. ഭൂതകാലത്തിൽ ഉപയോഗിച്ചാൽ വന്നിരുന്നു എന്നൊക്കെയാണെങ്കിൽ മിനിഞ്ഞാന്ന് ആ അർത്ഥം എടുക്കണം. ഇനി വരും എന്നാണെങ്കിൽ മറ്റന്നാൾ വരും. വരും എന്നുള്ള വാക്കാണ് ക്രിയ വരുന്നുണ്ടെങ്കിൽ അന്നേരം പർസോം എന്നുള്ളതിന് മറ്റന്നാൾ എടുക്കണം. ഇനി സേ എന്ന് പറയുന്ന പ്രത്യയം അതിന് ആൽ കൊണ്ട് ഓട് ഊടെ കാൾ മുതൽ നിന്ന് ഇൽ നിന്ന്. പുസ്തകത്തിൽ നിന്ന് എന്നാണെങ്കിൽ കിതാബ് സേ പുസ്തകത്തിൽ നിന്ന്. ഇപ്പം ഇവിടെ നിന്നാണെങ്കിൽ യഹാം സേ ഇവിടെ നിന്ന്. ഇവിടം മുതൽ ഇവിടത്തേക്കാൾ ഇതിലൂടെ അവനോട്. ഇപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞു ഉസ്കോ ഉസ്സേ. ഉസ്കോ എന്നുള്ളതിനെക്കാട്ടി ഉസ്കെ ഉസ്സേ കഹ അവനോട് പറഞ്ഞു. മേര എൻ്റെ. ഇവിടെ മയം എന്നുള്ള സർവനാമത്തിൻ്റെ കൂടെ കാ എന്നുള്ള പ്രത്യയം ചേർക്കുമ്പോഴാണ് മേര എൻ്റെ. കെ ആണെങ്കിൽ മേം പ്ലസ് കെ മേരെ. മേം പ്ലസ് കി മേരി.
അപ്പോൾ മേര എന്ന് പറയുമ്പോൾ അതിന് ശേഷം വരുന്ന വാക്ക് പുല്ലിംഗായിരിക്കും. മേരേന്നാണെങ്കിൽ അതിന് ശേഷം വരുന്ന വാക്ക് പുല്ലിംഗായിരിക്കും, ബഹുവചനായിരിക്കും. മേരി എന്നുള്ളതിന് ശേഷം വരുന്ന വാക്ക് സ്ത്രീലിംഗായിരിക്കും, അത് ഏകവചനോ ബഹുവചനോ ഏത് വേണമെങ്കിലും വരാം. പഠായി പഠനം. ശുരു ഹോന തുടങ്ങുക, ആരംഭിക്കുക. ഇസ്ക ഇതിൻ്റെ. ഈ വാക്കുണ്ടാവുന്നത് യഹ് പ്ലസ് ക, ഇസ്ക. യഹ് പ്ലസ് കെ, ഇസ്കെ. യഹ് പ്ലസ് കി, ഇസ്കി. ഇന്തസാം ഏർപ്പാട്. കരോ ചെയ്യൂ. കർണ ചെയ്യുക. അപ്പോൾ ഇതോടെ നമ്മൾ ക്ലാസ് ഇവിടെ നിർത്താം.